ആരാണ് ഒരു സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ സംശയിക്കേണ്ട ആവശ്യമില്ല. അത് അധ്യക്ഷനാണ്. അധ്യക്ഷനാണ് യോഗം നിയന്ത്രിക്കുന്നത്. സ്വാഗതം പറയുന്ന ആൾ ആദ്യമായി സ്വാഗതം അരുളുന്നത് അധ്യക്ഷനാണ്. ആളുകളെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത് അധ്യക്ഷനാണ്. അധ്യക്ഷന്റെ സമ്മതം കൂടാതെ ആരും തന്നെ വേദിയിലേക്ക് പ്രവേശിക്കുന്നില്ല. പുറത്തു പോവാനും അധ്യക്ഷന്റെ സമ്മതം ആവശ്യമാണ്. അവസാനം യോഗം പിരിച്ചുവിടുന്നതും അധ്യക്ഷനാണ്. അധ്യക്ഷന്റെ സമ്മതത്തോടുകൂടി യോഗം പിരിച്ചുവിടുന്നു എന്ന് നന്ദി പറയുന്ന ആൾ പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അധ്യക്ഷൻ പ്രാധാന്യമുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഒരു വിശേഷപ്പെട്ട ഭാവന ഭഗവത്ഗീതയിലുണ്ട്. ഭഗവത്ഗീതയിൽ എന്ന് പറഞ്ഞാൽ വേദാന്ത ഗ്രന്ഥങ്ങൾ പൊതുവായിട്ടുണ്ട്. ഒരു സമ്മേളനത്തിലെ അധ്യക്ഷന്റെ സ്ഥാനം ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ ഈശ്വരന് കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് ഈശ്വരന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഈശ്വരന്റെ അധ്യക്ഷതയിൽ പ്രകൃതി ഈ ചരാചര പ്രപഞ്ചത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് കാരണമായി പ്രപഞ്ചം പ്രവർത്തിക്കുന്നു, പ്രകൃതി പ്രവർത്തിക്കുന്നു, ചുറ്റിത്തിരിയുന്നു എന്നർത്ഥമുള്ള ഒരു ശ്ലോകം ഗീത 7-ാം അധ്യായം 10-ാം ശ്ലോകത്തിലുണ്ട്. 10-ാം ശ്ലോകമാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്വിപരിവർത്തതേ. എന്റെ അധ്യക്ഷതയിൽ ഈ പ്രകൃതി എല്ലാ ചരിക്കുന്നതും അചരവുമായ എല്ലാ വസ്തുക്കളെയും ഉൽപ്പാദിപ്പിക്കുന്നു. അതിന്റെ കറക്കത്തിനും പ്രവർത്തനത്തിനും പിന്നിലുള്ള ശക്തി സ്രോതസ് ഞാനാണ്. പ്രവർത്തിക്കുവാൻ പ്രകൃതി തനിയെ മതി. പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിഹിതമായ ഒരു സംവിധാന ക്രമമുണ്ട്, ഒരു നിയമസംഹിതയുണ്ട്. അതിന്റെ ഫലമായി പ്രകൃതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാം വളരെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ ഈശ്വരന് ഇടപെടേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ യോഗം, അതിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം അവരുടെ കർമ്മത്തിനും അവരുടെ ധർമ്മത്തിനും അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ യോഗം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് ഒരു അധ്യക്ഷൻ അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നുകയില്ല. നേരെ മറിച്ച് ആരെങ്കിലും സമയക്രമം പാലിക്കാതെ കൊടുത്ത സമയപരിധിക്കുള്ളിൽ സംസാരിച്ച് നിർത്താതെ അനന്തമായി സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾക്ക് കാരണമാവുകയാണെങ്കിൽ അവിടെ അധ്യക്ഷന് ഇടപെടേണ്ടിയും വരും. ഇവിടെയും അതുപോലെ തന്നെയാണ്. സാധാരണഗതിയിൽ നിഹിതമായ ഒരു നിയമത്തിന് വിധേയമായി നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും എല്ലാവരും പ്രവർത്തിക്കുകയാണെങ്കിൽ ഈശ്വരൻ അവിടെ ഒരു സാന്നിധ്യമായി അല്ലെങ്കിൽ ഈശ്വരൻ അവിടെ ഒരു സാക്ഷിയായി ഒരു അധ്യക്ഷ പദവിയിലിരുന്ന് കാര്യങ്ങളെ നോക്കിക്കാണും. നേരെ മറിച്ച് നമ്മൾ ഒരു പരിധി വിട്ട് അലങ്കോലമുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, പ്രപഞ്ചത്തിന്റെ താളം തെറ്റിക്കുകയാണെങ്കിൽ, പ്രകൃതിയുടെ സമതുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുകയാണെങ്കിൽ അവിടെ ഈശ്വരന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും ഈ ശ്ലോകം നമ്മോട് പറയുന്നു. നന്ദി, നമസ്കാരം.